ഇതാണോ രാഷ്ട്രഭാരത സംസ്കാരം? ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റിലായി 6 ദിവസം ആകുന്നു. ഇപ്പോൾ തിരുവനന്തപുരം രാജ്ഭവനിലേക്കാണ് സംയുക്ത ക്രൈസ്തവ സഭകളുടെ മാർച്ച്, കണ്ണുകെട്ടിയുള്ള മാർച്ച്, പ്രതിഷേധ മാർച്ച് നടന്നിരിക്കുന്നത്. KCBC അധ്യക്ഷൻ മാർക്ക് ക്ലിമ്മിസിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ബിനോയ്, ബി ജെ പിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ ഒരു സംഭവം, അല്ലെങ്കിൽ അത്തരത്തിലാണ് പ്രതിഷേധങ്ങളെല്ലാം വരുന്നത്. അതിനനുസരിച്ച് തന്നെ പ്രതിരോധം തീർക്കാൻ പ്രതിരോധിക്കുന്നുമുണ്ട് BJP. ഇതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? മാർച്ചിലെ ഇതുവരെ നടന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇനി അങ്ങോട്ടുള്ള നടപടികൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇന്നലെ വൈകുന്നേരത്തും ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ KPCC ഭാരവാഹികൾ KPCC ആസ്ഥാനത്ത് നിന്ന് പ്രതിഷേധമായി രാജ്ഭവൻ മുന്നിൽ വരെ എത്തി ശക്തമായ ഭാഷയിലാണ് ഛത്തീസ്ഗഡ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ 4 മണിയോടുകൂടിയാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ ഒരു വായ്മൂടി കെട്ടിയുള്ള മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ഇപ്പോൾ രാജ്ഭവൻ മുന്നിൽ സമാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാബ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്. ആദ്യം പ്രശ്നങ്ങൾ പരിഹരിക്കുക, പിന്നീട് ചായ കുടിയാവാം എന്ന തരത്തിൽ. അതായത് അതിന്റെ അർത്ഥം പലപ്പോഴും ഈ BJP നേതാക്കന്മാരൊക്കെ തന്നെ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തൊക്കെ എത്തുമ്പോഴേക്കും അവരുടെ ഇടയിൽ അവരുമായി ഒരു നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാബ. അദ്ദേഹം തന്നെ വലിയ തരത്തിൽ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എതിർപ്പ് ശക്തമായ ഭാഷയിൽ അറിയിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ വിയോജിപ്പാണ് ക്രിസ്തീയ സഭകൾക്കുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു തെളിവ് തന്നെയായിരുന്നു ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധവും. കാരണം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധത്തിൽ നിരവധിയായ ആളുകൾ, കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാബ കൂടാതെ ഒപ്പം തന്നെ ബിഷപ്പ് തോമസ് ജെ നെറ്റോ തുടങ്ങിയ നിരവധിയായ പുരോഹിതന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, കന്യാസ്ത്രീമാർ പങ്കെടുക്കുന്നുണ്ട്, സഭാവിശ്വാസികൾ പങ്കെടുക്കുന്നത്. ഒപ്പം ഈ വായ്മൂടി കെട്ടിയുള്ള ഒരു പ്രതിഷേധം, അതിൽ അവർ പറയുന്നത് അവർ ശക്തമായ ഭാഷയിൽ അവരുടെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ഉണ്ടാകപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലെ ക്രിസ്ത്യ പുരോഹിതന്മാർക്ക് മർദ്ദനമേറ്റ സംഭവമുണ്ട്, പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സംഭവമുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഇതൊരു അവസാന കണ്ണി മാത്രമായിട്ട് കാണാൻ കഴിയില്ല. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം എന്നേക്കുമായി ഈ ക്രിസ്തീയ സമൂഹത്തിനെതിരെ ഉണ്ടാകുന്ന ഇതുപോലുള്ള പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒപ്പം അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളൊക്കെ അവയ്ക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് തലസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള സഭാവിശ്വാസികൾ മാത്രമാണ് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊന്നും തന്നെ എത്തിയിരുന്നില്ല. എന്നിട്ടും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മ തന്നെയായിരുന്നു ഇപ്പോൾ നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രയധികം ക്രിസ്തീയ സമൂഹത്തെ മുറിവേൽപ്പിച്ച ഒരു സംഭവമായി മാറുകയാണ്. 6 ദിവസമായി കന്യാസ്ത്രീമാർ ജയിലിലടയ്ക്കപ്പെട്ടിട്ട് പലപ്പോഴും അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ പറയുന്നു. കടുത്ത നീതി നിഷേധത്തിന്റെ ഭാഗമായി ഇത് മാറപ്പെടുന്നു. അത് അംഗീകരിക്കാനാവില്ല. കേന്ദ്ര സർക്കാർ ഇടപെടണം. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാരുമായി ചർച്ച നടത്തണം. ഇത്തരം ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയാണ്. മാത്രമല്ല, ഇന്ന് കുറച്ചുകൂടി പ്രതിഷേധം ശക്തമായത് ഇവരുടെ കേസുകൾ NIA കോടതിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മുന്നോട്ട് വന്നതോടുകൂടിയാണ് അത്തരത്തിൽ ആ വിഷയം കൂടുതൽ ശക്തമായിരിക്കുന്നത്. മാത്രമല്ല, നമ്മളെല്ലാം തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഈ ബജ്രംഗ് പ്രവർത്തകർ ഇന്ന് ജാമ്യം അനുവദിക്കാതിരുന്നതിനെ തുടർന്ന് അവർ നടത്തിയ വിജയാഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെ ഒരു വിഭാഗത്തിന് നേരെ ഉണ്ടാകുന്ന ശക്തമായ എതിർപ്പുകൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആക്രമണത്തിന്റെ സ്വഭാവം എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള BJP പ്രതിനിധി ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടെങ്കിൽ തന്നെയും ഇവരുമായി സഭാംഗങ്ങളുമായൊക്കെ കൂടിയാലോചിച്ചുകൊണ്ട് നിയമവശങ്ങളുമായി മുന്നോട്ട് പോകാനൊരു ശ്രമം നടക്കുന്നുണ്ടെങ്കിലും BJP സംബന്ധിച്ചിടത്തോളം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനും
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യം തൃശൂർ പോലുള്ള ക്രിസ്തീയ സമുദായ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള തൃശൂരിൽ നിന്ന് തന്നെ ഒരു BJP പാർലമെന്റ് അംഗം കൂടി ലഭിച്ച സാഹചര്യത്തിൽ അവിടെ നിന്നുള്ള പാർലമെന്റ് അംഗമായ സുരേഷ് ഗോപി പോലും മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം, ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വിവിധ സഭാ വിഭാഗങ്ങളും സഭാ മേധാവികളും ഒക്കെ പറയുന്നത്. എന്തായാലും പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. തന്നെയാണ് ക്രൈസ്തവ സഭകൾ, സംയുക്ത ക്രൈസ്തവ സഭകളടക്കം ചോദിക്കുന്നത്. ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം, ഇതാണോ ആർഷഭാരതം എന്നാണ് മാർ ക്ലിമ്മീസ് കാതോലിക്ക ബാവ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ പ്രസംഗത്തിലേക്ക് ഒന്നുകൂടി പോവാം. സംശയിക്കരുത്, വെറുതെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതല്ല. ഈ രാജ്യത്തിന്റെ നെറുകയിൽ